മുത്തൂറ്റ് മെർച്ചന്റൈൽ അവരുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 11.73%. ടെന്നർ വരുന്ന 6 വർഷവും 3 മാസവുമാണ്. ഇൻട്രസ്റ്റ് പേ ഔട്ട് വരുന്ന ക്യുമുലേറ്റീവ് ആണ്. അതായത് ഇപ്പം നമ്മളൊരു 10,000 രൂപ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു 11.73% ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ടും കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനായിരിക്കും നമുക്ക് അടുത്ത വർഷം ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. കമ്പനിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1939 മുത്തൂറ്റ് മെർച്ചന്റൈൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നില്ല, ലെൻഡിങ് ലോൺ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സെക്യൂരിറ്റിക്ക് അഗൻസ്റ്റ് ആണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗോൾഡ് ലോൺ, ഇൻവെസ്റ്റ്മെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഫോറക്സ് സർവീസ്, അതുപോലെ മണി ട്രാൻസ്ഫർ. ഫോറക്സ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച്, കറൻസി എക്സ്ചേഞ്ച്. ബോണ്ടിന്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ IPO ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് December 4 IPO ക്ലോസിംഗ് ഡേറ്റ് December 17 അലോട്ട്മെന്റ് ഡേറ്റ് വരുന്നത് December 19 ഫേസ് വാല്യൂ 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. IPO സൈസ് അതായത് 75 കോടി രൂപയ്ക്കാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് December 22. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് സെക്വേർഡ് ബോണ്ടാണ്. അതായത് കോൺട്രാക്ട് എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് തരാനുള്ള പേയ്മെന്റിൽ കമ്പനി എന്തെങ്കിലും ഡീഫാൾട്ട് വരുത്തുവാണെങ്കിൽ ഇതിനു വേണ്ടി തന്നെ ഓൾറെഡി കുറച്ച് അസറ്റ് പ്ലെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അസറ്റ് സെയിൽ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഡിബെഞ്ചർ ട്രസ്റ്റ് എന്ന് പറയുന്നത് മിഡ്കോൺ ക്രെഡൻഷ്യൽ ആണ്. ബോണ്ടിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കുവാണെങ്കിൽ ഇവിടെ BBB ആണ് വരുന്നത്. ഒരു മോഡറേറ്റ്ലി റിസ്ക്, അതായത് ഒരു മീഡിയം റിസ്ക് നമുക്ക് ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എൻഡ് ഓഫ് ദ ടൈം നമുക്ക് 20,000 രൂപയായിട്ട് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു 133 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കും. നമുക്ക് കമ്പനിയുടെ 4 വർഷത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് കണ്ടു നോക്കാം. ഇപ്പോൾ എമൗണ്ട് വന്നിരിക്കുന്ന ലക്ഷത്തിലാണ്. ഇപ്പൊ ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്ന കോടിയിലാണ്. കമ്പനിയുടെ 2022 റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 66 കോടിയാണ്. അത് 2023 ആയപ്പോഴത്തേനും 94 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 ആയപ്പോഴത്തേനും കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 131 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇത് 2025 ആയപ്പോഴത്തേനും 164 കോടിയാണ്. 2022 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 17 കോടിയാണ്. അത് 2023 ആയപ്പോഴത്തേനും 18 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 ആയപ്പോഴത്തേനും കമ്പനിയുടെ പ്രോഫിറ്റ് 18 കോടിയിൽ നിന്ന് 24 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 28 കോടിയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 5.79 പൈസയാണ്. അത് 2023 ആയപ്പോഴത്തേനും 6.18 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 ആയപ്പോഴത്തേനും 7.95 പൈസയായിട്ട് EPS കൂടിയിട്ടുണ്ട്. 2025 7.71 പൈസയായിട്ട് EPS കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ 4 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 2022 2024 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്. 2024 2025 നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്. 2022 കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നെഗറ്റീവ് ആണ് വരുന്നത്. 2023 ആയപ്പോഴത്തേനും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി പോസിറ്റീവ് ആണ്. 2024 2025 കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്. 2022 കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 78 കോടിയാണ്. അത് 2023 ആയപ്പോഴത്തേനും 158 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2024 ആയപ്പോഴത്തേനും അതൊരു 108 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2025 ആയപ്പോഴത്തേനും അതൊരു 154 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനി ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മീഡിയം റിസ്ക് വരുന്നുണ്ട്. പിന്നെ ഈ ബോണ്ടുകളെല്ലാം സെക്വേർഡ് ബോണ്ടാണ്. കമ്പനി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ലോണിലാണ്. കമ്പനിയുടെ 4 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷനും പ്രോഫിറ്റ് 4 വർഷം കൂടിക്കൂടിയാണ് വരുന്നത്. EPS ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 വർഷം, അതായത് 2022 2023 2024 കൂടിയാണ്. പക്ഷെ 2025 ചെറിയ രീതിയിൽ EPS കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് 4 വർഷം നെഗറ്റീവ് ആണ്. ഇപ്പോൾ ഒരു നോർമൽ കമ്പനി ആണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത് നല്ലതല്ല. ഇപ്പോൾ ഇതൊരു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നെഗറ്റീവ് ആയിട്ടിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 2023 പോസിറ്റീവ് ആണ്. ബാക്കിയുള്ള 3 വർഷങ്ങളിൽ നെഗറ്റീവ് ആണ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 2022 2023 കൂടിക്കൂടിയാണ്. പക്ഷേ 2024 മാത്രം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 2025 ആയപ്പോഴത്തേനും അത് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്.